നിന്റെ തോൽവിയുടെ അടയാളം അലങ്കാരമായിട്ട് ഇവിടെ കിടക്കട്ടെ. ഒരു ഷെൽഫ് നിറയെ വയ്ക്കാനുള്ള ആഭരണങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാ. ഇനിയെങ്കിലും ചിന്തിക്കണം. പ്രായം, സ്ഥാനം, എക്സ്പീരിയൻസസ് ഇതെല്ലാം ആവേശത്തിനും മുകളിലാണ്. മകനെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ തന്നെ ആ കടമ അങ്ങോട്ട് ചെയ്യൂ. പോട്ടെ പെണ്ണേ, ഇടയ്ക്ക് ഒരടി കിട്ടുന്നത് നല്ലതാ. നമ്മളെ തന്നെ കൂടുതൽ കരുത്തരാക്കും. സാറിന് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിഷമമുണ്ട്. മറ്റൊരു കമ്പനി എന്നെ മറികടന്നതിലല്ല, മറികടന്ന രീതി. സൂര്യ, 10 രൂപ വ്യത്യാസത്തിൽ അങ്ങനെ ഒരു ടെൻഡർ അവരെടുക്കണമെങ്കിൽ അതിന് 1000-ൽ1 ചാൻസ് മാത്രമേ ഉള്ളൂ. ചതി എന്തെങ്കിലും നടന്നോടാ? അറിയില്ല അച്ഛാ. പക്ഷെ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ തോൽവി പഠിക്കണമല്ലോ, നടപടികൾ എടുക്കണമല്ലോ. ഇനി അതിനുള്ള സമയ. അവൻ തോറ്റു നിൽക്കുന്നത് കാണുന്നതാ എൻ്റെ ഏറ്റവും വലിയ സങ്കടം. വെല്ലുവിളിയിൽ താൻ ജയിച്ചു അല്ലേ പത്മ? അവൻ തോറ്റതിന് ഞാൻ സന്തോഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ടെൻഡർ അവന് കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എല്ലാ തയ്യാറെടുപ്പോടു കൂടിയാണ് മറ്റുള്ള കമ്പനിക്കാർ വരുന്നത്. എത്രയോ കാലമായിട്ട് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുകയാണ് സൂര്യ. അവനെ കൊണ്ട് അവർക്കൊപ്പൊന്നും നിൽക്കാൻ പറ്റില്ല. അവന് വാശിയുണ്ടാവും, ഉണ്ടാവട്ടെ. ദേ, അടുത്ത തവണ ആ ടെൻഡർ അവൻ പിടിക്കും. ജയിക്കാനുള്ള അവൻ്റെ ആഗ്രഹം എനിക്കറിയാം. ഇതൊന്നും താൻ അവൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ എന്നെ പരിഹസിക്കും. എന്തിന്? നിങ്ങൾ പോലും ചിന്തിച്ചില്ലേ ഞാൻ അവന്റെ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന്? എന്തായാലും ഇതെനിക്കിഷ്ടായി. എന്ത് കാരണത്തിന്റെ പേരിലായാലും എൻ്റെ മോൻ എൻ്റെ കയ്യിലിട്ട് തന്നതാ.
പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അമ്മമാരെ ചേർത്ത് പിടിച്ച ആൺമക്കൾ നടക്കുന്നത് കാണാം. ജ്വല്ലറി പോകുമ്പോൾ അമ്മമാര് വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ഒരു മാലയോ വളയോ അവരുടെ കയ്യിലിട്ട് കൊടുക്കുന്ന ആൺമക്കളെ കാണാം. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കും, വലുതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു കർച്ചീഫ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ അമ്മയ്ക്കെടുത്താണെന്നൊന്ന് പറയാൻ. അവൻ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവന് ഇട്ട സമ്മാനം ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായി ഞാൻ കൊണ്ടുപോയിക്കും. പത്മ, അവന്റെ കാര്യം പറഞ്ഞ് താൻ പലപ്പോഴും എൻ്റെ മുന്നിൽ കരയാറുണ്ട്. പക്ഷേ അവന്റെ മുമ്പിൽ പോകുമ്പോൾ താൻ ഇതൊക്കെ മറക്കും. താനൊരു വാശിക്കാരിയാവും, മത്സരിക്കാൻ തുടങ്ങും. ഞാൻ അവനോട് മത്സരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന്, അവൻ അവന്റെ അന്തസ് വിട്ട് താഴാതിരിക്കാൻ. അവൻ എതിയുടെയും പത്മയുടെ അന്തസ് ജീവിക്കട്ടെ, ഞാൻ അവനെ അംഗീകരിക്കാം. പക്ഷേ അവന് ചേരാത്ത ബന്ധങ്ങളും ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത നടപടികളും എപ്പോഴൊക്കെ അവന്റെ സൈഡിൽ നിന്നുണ്ടാവുന്നോ ഞാൻ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. എന്റെ കുടുംബത്തിന്റെ അന്തസ് എനിക്ക് പ്രധാന. നിങ്ങൾ അതൊന്നും അവനോട് പറയണ്ട. പറഞ്ഞ അവൻ വിശ്വസിക്കില്ല. അമ്മ മഹാറാണിയുടെ മറ്റൊരു നാടകം എന്നേ അവൻ പറയൂ. അങ്ങനെയാ അവൻ അതിന് പേരിടുക. എന്തെങ്കിലും ഒരു ദിവസം അവ അത് തിരിച്ചറിയായിരിക്കും. സർ, ചായ. എനിക്ക് വേണ്ടടോ. കുടിക്കൂ സർ. നോ നന്ദിനി, എനിക്കിപ്പോ ഒന്നും ഇറങ്ങില്ല. ഇതൊക്കെ ബിസിനസ്സിൽ സാധാരണയല്ലേ സർ? സാധാരണയല്ല. എടോ, കോടിക്കണക്കിന് രൂപയുടെ ഒരു ടെൻഡർ വെറും 10 രൂപ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമൊന്നുമല്ല. എന്റെ കൂടെ നിന്ന് ആരോ എന്നെ ചതിച്ചു. സാറിന്റെ കൂടെ നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ വിജയകുമാർ സാറല്ലേ? വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെന്നല്ലേ സാറ് പറഞ്ഞത്? അതാ നന്ദിനി എനിക്ക് മനസ്സിലാവാത്തത്. അമ്മയുടെ മുന്നിൽ തോറ്റതുകൊണ്ടാണോ സാറിന് ഇത്ര വിഷമം? ഏയ്, അമ്മയുടെ മുമ്പിൽ തോറ്റതും വളയിട്ട് കൊടുത്തതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണാൻ എനിക്കറിയാം. കുടിച്ചു ബോധമില്ലാതെ കമ്പനി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നടന്നപ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു ടെൻഡറാ. അതിൽ ഞാൻ തോറ്റു. അല്ല, എന്നെ തോൽപ്പിച്ചു. അത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നങ്ങ് പോവില്ല. മാറും സർ.